നമ്മൾ വളരെ ശ്രദ്ധയോടെ ട്രാഫിക് നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാലും എതിരെ വരുന്ന വണ്ടിയുടെ ഡ്രൈവർ മദ്യപിച്ച് ലക്കില്ലാതെ വന്ന് നമ്മളെ ഇടിച്ചാലും അപകടം നടക്കും. അതായത് നമ്മുടെ ശ്രമം ഏത് കാര്യത്തിലായാലും 100% ഉണ്ടായാൽ പോലും ഫലം മറ്റു പല കാര്യങ്ങളെയും ആശ്രയിച്ച് മാറാനുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായാൽ മാത്രമേ നാം ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയുള്ളൂ. അതാണ് ഭഗവാൻ കൃഷ്ണൻ ഫലത്തെപ്പറ്റി ചിന്തിച്ചിരിക്കാതെ കർമ്മം ചെയ്യാൻ പറയുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും എല്ലായ്പ്പോഴും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച് പരിശ്രമിച്ച കാര്യങ്ങൾ നടക്കണം എന്നില്ല. കാരണം നമ്മുടെ പരിശ്രമം കൊണ്ട് മാത്രമല്ല ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നത് എന്നതാണ്. ജീവിതത്തിൻ്റെ സത്യം ഇതാണെന്ന് മനസ്സിലാക്കിയാൽ നന്നായി പരിശ്രമിക്കുന്നതോടൊപ്പം ഫലത്തിനെ നേരിടാനുള്ള ഒരു മുന്നൊരുക്കവും നമ്മിൽ സ്വാഭാവികമായി തന്നെ ഉണ്ടാവും. ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളിലും ഈ സത്യം നമുക്ക് ദർശിക്കാൻ സാധിക്കും. നന്നായി പഠിക്കുന്ന ഒരു കുട്ടി പരീക്ഷാ ഹാളിലേക്ക് സന്തോഷത്തോടെ പോവുകയാണ്. മനസ്സിൽ നിറയെ സന്തോഷവും പ്രതീക്ഷയുമുണ്ട്. കാരണം ഈ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയാൽ അടുത്ത കോഴ്സിന് അഡ്മിഷൻ ഉറപ്പാണ്. നന്നായി പഠിച്ചതുകൊണ്ട് തന്നെ മാർക്ക് നല്ലതായിരിക്കുമെന്നും ഉറപ്പാണ്. എന്നാൽ പോകുന്ന വഴിയിൽ എന്തോ ആക്സിഡന്റ് നടന്നതിനാൽ പരീക്ഷാ ഹാളിലേക്കുള്ള വണ്ടികളെല്ലാം ബ്ലോക്കിൽ കുടുങ്ങി. എല്ലാം കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ എത്തിയപ്പോൾ കയറാനുള്ള സമയം കഴിഞ്ഞു. ഇന്നത്തെ കാലത്ത് വളരെ സ്വാഭാവികം എന്ന് തോന്നുന്ന സാഹചര്യമാണിത്. പക്ഷേ ഇത്തരം സാഹചര്യത്തെ നേരിടാൻ നമ്മൾ പ്രാപ്തരാണോ എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം. അപ്രതീക്ഷിതമായി ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ നേരിടാൻ നമ്മൾ എപ്പോഴും ധൈര്യം കാണിക്കണം. ആ ധൈര്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനെ കൂടുതൽ അർത്ഥവത്താക്കുന്നത്. യാതൊരു പരീക്ഷണങ്ങളും ഇല്ലാതെ കിട്ടുന്ന വിജയങ്ങളെക്കാൾ സർവ്വവിധ പരീക്ഷണങ്ങളെയും നേരിട്ട് നേടുന്ന വിജയങ്ങൾക്കാണ് നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ കഴിയുന്നത്.